അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 3 ലെയർഡ് മാംഗോ ഡെസേർട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായി ഇതുപോലുള്ള ഒരു മോൾഡ് എടുത്ത് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഗ്ലാസ് കൊണ്ട് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 12 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കാം. അതിനായി ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മിക്സ് ചെയ്ത കോൺഫ്ലവർ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ഇതൊന്ന് തിക്കാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മാംഗോ പ്യൂരി, മാംഗോ ഒന്ന് നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല തിക്കാവുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായി ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതൊന്ന് കവർ ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഈ സെയിം ടൈം തന്നെ നമുക്ക് തേർഡ് ലെയർ കൂടി സെറ്റ് ചെയ്യാം. അതിനായി ഒരു 10 ഗ്രാം ജലാറ്റിൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3/4 കപ്പ് മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ച ജലാറ്റിനും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് തിക്കാവുന്നത് വരെ കുക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്ക് തേർഡ് ലെയറായി സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ തേർഡ് ലെയറും ഇവിടെ റെഡിയായി. ഇത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മൾ 3 ലെയർ മാംഗോ ഡെസേർട്ട് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം.